ഹരിയോം. ഇന്ന് ദർശനം കിട്ടിയ കുംഭകോണത്തിലെ സ്വാമിമല. ഇനി ഒരു പളനിമല മാതിരി തന്നെ കയറണം. കല്ലുകൊണ്ട് തീർത്ത, അയ്യോ ഫുള്ള് കല്ല്. ഈ രൂപമാണ്, ഇത്ര വലിയൊരു സുബ്രഹ്മണ്യ സ്വാമിയുടെ രൂപമാണ്. ഇങ്ങനെ 3-4 സെക്ഷൻ കയറാനുണ്ട്. പിടിക്കാനുണ്ട്, അതുകൊണ്ട് കയറാൻ വിഷമമില്ല. കയറ്റം തന്നെയാണ്, കുത്തനെ കയറ്റാണ്. അങ്ങനെ തിരിഞ്ഞു. ക്യാമറ അനുവദനീയമല്ല, നല്ല ഒരു ചില സമയത്ത് എടുത്തു, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, മുകളിൽ ചിത്രപ്പണികളും കൽത്തൂണുകളും ഒക്കെ, കരിങ്കല്ലിൽ കൊത്തുപണി ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ വിളക്ക് കത്തിരിക്കുന്ന നെയ്വിളക്ക് ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടാണ് കത്തിക്കുന്നത്. പുറത്തുനിന്നുള്ള വ്യൂ ആണ്. കാണുമ്പോൾ ചെറിയ ഒരു ഇതാണ്, പക്ഷെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭീമാകാരമായ ഒരു അമ്പലമാണ്. തൂണും കരിങ്കൽ തൂണുകളും. ഇത് ഇറങ്ങേണ്ടത് അതേമാതിരി 3-4 സെക്ഷൻ കയറി. ഇതങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ഇത് ഇറങ്ങിയ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് കാണുന്നത് ഇതല്ലേ ഇറങ്ങണത്. ഓരോ സെക്ഷൻ, ഒരു 2-3 സെക്ഷൻ ഉണ്ട് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു സെക്ഷനിൽ തീരില്ല എന്ന്. അപ്പോൾ അത്ര ഉയരത്തിലാണ്. കരിങ്കൽ പണി ഇതൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ, പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര ഇത് തോന്നില്ല അല്ലേ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു അമ്പലമാണ്, കാണേണ്ട അമ്പലമാണ്. കുംഭകോണത്തിൽ സ്വാമി ടെമ്പിൾ, സ്വാമി ടെമ്പിൾ, സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വയ്ക്കാം, വരുമ്പോൾ കാണും. ഇവിടെ ഒരു ഗണപതി ഉണ്ട് മുമ്പിൽ. അവിടെ വിളക്ക് കത്തിക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയും കത്തിക്കാം. എല്ലാം കരിങ്കൽ മൂർത്തിയാണ്, നല്ല മൂർത്തിയാണ്. കണ്ടില്ലേ, വിളക്ക് നെയ്വിളക്കിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അത് ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ്. ഭംഗിയല്ലേ, വിളക്ക് അലങ്കരിച്ച് നെയ്വിളക്ക് ചെറിയ ചരാതിൽ ആക്കി വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട്. അമ്പലങ്ങൾ കരിങ്കല്ല് എത്ര ഉയരത്തിലാണെന്ന് മനസ്സിലായില്ല. വരുന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അതിന് വീഡിയോ കണ്ടില്ല. ഫുള്ള് കരിങ്കല്ല്. ശ്രദ്ധിച്ച് കയറാൻ പിടിക്കാനുണ്ട്, അതുകൊണ്ട് വിഷമല്ല. കാണും, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ, കുംഭകോണത്തിൽ വരുമ്പോൾ ഈ അമ്പലത്തിൽ കാണാൻ മറക്കരുത്. എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അരിനെല്ലിയുടെ നെല്ലി, അരിനെല്ലിയുടെ മരം ഇട്ടത്. ഇവിടെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നത് കാണാനല്ലേ. ശരി, ഇവിടെ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, 60-ാം പിറന്നാൾ കഴിഞ്ഞവർക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇരിക്കണം. അതാണ് സ്ഥലം. പൂജാരിമാരിയ്ക്കും, അങ്ങനെ ഓരോരുത്തർ ജോഡിയായിട്ട് വന്നിരിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. ഇത് മുകളിൽ നോക്കും, മയിൽ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. ശരിക്കും കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. ചിത്രകലകൾ കണ്ടില്ലേ, മുകളിൽ ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഫുള്ള് അത്ര എടുക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ പറയും. അപ്പോൾ ഹരഹരോ ഹരഹര, സ്വാമി ഹരഹര, ഹരിയോം.